ജനാധിപത്യം കടുത്തൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജൂലൈ 20-ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുകയാണ്. അതിനിടയിലാണ് ഡൽഹിയുടെ അധികാര ഇടനാഴികളിൽ നിന്നും അതീവ രഹസ്യമായ ചില നീക്കങ്ങളുടെ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ പാർലമെന്റിൽ ദയനീയമായി പരാജയപ്പെട്ട ആ കരിനിയമം, ഭരണഘടനാ ഭേദഗതി ബിൽ, പിൻവാതിലിലൂടെ വീണ്ടും കൊണ്ടുവന്ന 3-2 ഭൂരിപക്ഷത്തോടെ പാസാക്കിയെടുക്കുവാൻ നരേന്ദ്രമോദിയും അമിത്ഷായും സംഘങ്ങളുമെല്ലാം കൂപ്പുകൂട്ടുകയാണ്. പക്ഷേ അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇത് പഴയ ലോകസഭയല്ല. അവിടെ കാവലാളായി, ജനങ്ങളുടെ ശബ്ദമായി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവുണ്ട്. മോദിയുടെ ഈ ആസൂത്രിത നീക്കങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി തീർത്ത പ്രതിരോധ കോട്ട തകർക്കാൻ സംഘപരിവാറിന് കഴിയുമോ? ഇല്ല എന്ന് തന്നെ പറയണം. ആദ്യം നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാ ഭേദഗതി ബിൽ എന്ന് മനസ്സിലാക്കിയിരിക്കണം. മണ്ഡല പുനർനിർണയം എന്ന പേരിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഒന്നടങ്കം അവഗണിക്കുവാനും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി തങ്ങളുടെ ഭരണം എന്നേക്കുമായിട്ട് നിലനിർത്താനുമുള്ള BJPയുടെ കുതന്ത്രമാണിത്. ലോകസഭാ സീറ്റുകളുടെ എണ്ണം ഒറ്റയടിക്ക് 850 ഉയർത്തുക, അതിലൂടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വാരിക്കൂട്ടി അധികാരം പിടിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. കഴിഞ്ഞ ഏപ്രിലിൽ 3-2 ഭൂരിപക്ഷമില്ലാതെ നാണം കെട്ട് പരാജയപ്പെട്ട ബില്ലാണിത്. എന്നിട്ടും ഒരു നാണവുമില്ലാതെ ഈ വർഷകാല സമ്മേളനത്തിൽ വീണ്ടും ഇത് കൊണ്ടുവരുവാനാണ് മോദി സർക്കാർ രഹസ്യമായിട്ട് കരുക്കൾ നീക്കുന്നത്. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചോ അവകാശങ്ങളെക്കുറിച്ചോ ഒരക്ഷരമിണ്ടാത്തവരാണ് വനിതാ സംവരണത്തിന്റെ പേര് പറഞ്ഞ് ഈ മണ്ഡല പുനർനിർണയം കൊണ്ടുവരുന്നത്. സ്ത്രീകളെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്നും ദക്ഷിണേന്ത്യയെ ചതിക്കുവാനാണ് മോദി സർക്കാരിന്റെ ശ്രമം. ഇതിനായി പ്രതിപക്ഷ നിരയിലെ പ്രാദേശിക പാർട്ടികളെ സ്വാധീനിക്കാൻ ഇവർ രാത്രിയും പകലും പണിയെടുക്കുന്നുമുണ്ട്. ശരത് പവാറിന്റെ NCPയിലെ ചിലരെയും DMKയിലെ ചിലരെയും ചാക്കിട്ട് പിടിക്കാൻ മോദിയുടെ ചാണക്യന്മാർ ശ്രമിക്കുന്നുണ്ട്. NCP വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലെയുടെ പ്രസ്താവനകളെ BJP ക്യാമ്പ് തങ്ങൾക്ക് അനുകൂലമാക്കി വ്യാഖ്യാനിക്കാൻ നോക്കി. എന്നാൽ ഇന്ത്യ സഖ്യവുമായി ചർച്ച ചെയ്തേ തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞ് സുപ്രിയ സുലെ BJPയുടെ വാ അടപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസിനെയും ശിവസേനയും ഭിന്നിപ്പിച്ചുണ്ടാക്കിയ 319 എന്ന സംഖ്യ വെച്ചാണ് BJPയുടെ ഈ അഹങ്കാരം. എന്നാൽ 3-2 ഭൂരിപക്ഷത്തിന് ഇനി 33 പേരുടെ കുറവുണ്ട്. അതിനായി അവർ ചെറുകക്ഷികളുടെ പിന്നാലെ ഭിക്ഷാപാത്രവുമായി നടക്കുകയാണ്. പക്ഷേ BJPയുടെ കുതന്ത്രങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസ് മുന്നണിയിൽ തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് നായകൻ രാഹുൽ ഗാന്ധി നേരിട്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിരോധ കോട്ടയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സമാജ്വാദ് പാർട്ടിയും അഖിലേഷ് യാദവും മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMKയും കോൺഗ്രസിനൊപ്പം ഈ ജനാധിപത്യ വിരുദ്ധ ബില്ലിനെ നഖശിഖാന്തം എതിർക്കും. ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷിയെ പോലും അടർത്തിയെടുക്കാൻ രാഹുൽ ഗാന്ധി സമ്മതിക്കില്ല. ഓരോ MPമാരെയും ജനാധിപത്യത്തിന്റെ കാവലാളാക്കി മാറ്റുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. മോദിയുടെ രഹസ്യ നീക്കങ്ങളുടെ മുനയൊടിക്കാൻ രാഹുൽ ഗാന്ധിയുടെ തന്ത്രങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്നുമുള്ള രാഷ്ട്രീയ വൃത്തങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത്. കടുത്ത ജനവിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവുമായ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലും ഈ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ കൊണ്ടുവന്നെങ്കിലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ക്രിസ്ത്യൻ സഭകളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് അവർ ഇത് താൽക്കാലികമായിട്ട് മരവിപ്പിച്ചു വെച്ചതായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ആ തനി നിറം വീണ്ടും പുറത്തെടുക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെയും മനുഷ്യാവകാശ സംഘടനകളെയും ശ്വാസം മുട്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ബില്ലിനെയും പ്രതിപക്ഷം പാർലമെന്റിൽ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയ ഗീതത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ നോക്കുന്നവർ തന്നെയാണ് ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരെയും ന്യൂനപക്ഷങ്ങളെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത, തൊഴിലില്ലായ്മയെക്കുറിച്ചോ വിലക്കയറ്റത്തെക്കുറിച്ചോ മിണ്ടാത്ത മോദി സർക്കാർ തങ്ങളുടെ ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കുവാനും ഭരണം നിലനിർത്താനുമുള്ള നിയമങ്ങൾ മാത്രം കൊണ്ടുവരാനാണ് പാർലമെന്റ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവർ ഓർക്കുക, ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച ശക്തമായൊരു പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിലുണ്ട്. ജനവിരുദ്ധമായ ഏതൊരു നിയമത്തെയും കടപുഴക്കാൻ ശേഷിയുള്ള ഇന്ത്യ സഖ്യമുണ്ട്. അതിനെ നയിക്കാൻ രാഹുൽ ഗാന്ധിയുമുണ്ട്. ഈ വർഷകാല സമ്മേളനത്തിൽ മോദിയുടെ ഈ രഹസ്യ നീക്കങ്ങൾ രാഹുൽ ഗാന്ധി തകർത്തെറിയുന്നത് നമുക്ക് കാണാം.